നേരം എന്ന സിനിമയിൽ ട്യൂട്ടറായി ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ ലോകത്തേക്ക് എത്തിയതായിരുന്നു ഷറഫുദ്ദീൻ. അൽഫോൻസ് പുത്രമുള്ള പരിചയത്തിലാണ് നേരത്തെ വേഷം ലഭിക്കാൻ കാരണമായത്. മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള കഥാപാത്രമായി കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം ചില ജോലികൾ ചെയ്യുകയും ഒപ്പം സീസൺസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ടൂറിസം കമ്പനി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു നടൻ. അതുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അൽഫോൻസ് പുത്രൻ്റെ സിനിമാ ചർച്ചകളിൽ ഷറഫുദ്ദീനും ഭാഗമാകുന്നത്. നേരത്തിനു ശേഷം രണ്ടാമത്തെ സിനിമ ജൂഡ് ആന്റണിക്കൊപ്പം ഓം ശാന്തി ഓശാനിയായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ കഥാപാത്രമായിരുന്നുവെങ്കിലും കോമഡി തനിക്ക് നന്നായി വഴങ്ങുമെന്ന് ബ്രോക്കറായി അഭിനയിച്ച് നടൻ തെളിയിക്കുകയും ചെയ്തു. ഓം ശാന്തി ഓശാന റിലീസിന് ശേഷം ഷറഫുദ്ദീനെ സിനിമാ പ്രേമികൾ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നീട് 2015 സിനിമയിലെ ഷറഫുദ്ദീൻ്റെ ഗോഡ്ഫാദറായ അൽഫോൻസ് പുത്രൻ്റെ പ്രേമത്തിൽ ഒരു വേഷം ചെയ്തു. അതൊരു വഴിത്തിരിവായി. ഇന്നും നടൻ ഏറെ ചെയ്തതിൽ ഏറ്റവും പ്രാഘോഷിക്കപ്പെട്ട ഒരു കഥാപാത്രം പ്രേമത്തിൻ്റെ ഗിരിരാജൻ കൂടിയാണ്. സുഹൃത്ത് വലയത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമെല്ലാം ഷറഫുദ്ദീനെ തേടി അതോടെ അവസരങ്ങൾ വന്നു തുടങ്ങി. നായകൻ റോളുകളിൽ ഷറഫുദ്ദീൻ ലക്ഷ്യമാക്കിയിരുന്നില്ല, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നത് മാത്രമേ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വില്ലൻ റോളുകളും ചെയ്തു തുടങ്ങി. വരുത്തൻ, അഞ്ചാം പാതിര തുടങ്ങിയവ അങ്ങനെയുള്ള ഷറഫുദ്ദീൻ്റെ സിനിമാ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ജോസ് കെ ബേബിയും ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതേക്കാൾ ഒരുപടി മുകളിൽ നിന്ന കഥാപാത്രങ്ങളായിരുന്നു. ഷറഫുദ്ദീൻ തന്നെയാണോ ജോസിയും ബെഞ്ചമിൻ ലൂയിസുമെല്ലാം അഭിനയിച്ചതെന്ന് പോലും പ്രേക്ഷകർക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. പ്രിയൻ ഓട്ടത്തിലാണ് സിനിമയിലാണ് നായികാവേഷത്തിൽ ചിത്രങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഒരിക്കലും ഞാൻ നായകനാകാൻ വേണ്ടി ഒന്നും ചെയ്ത സിനിമയല്ല ഇത്. സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ കഥ പറഞ്ഞപ്പോൾ രസകരമായി തോന്നി. പ്രിയൻ എന്ന കഥാപാത്രം നായകനായത് കൊണ്ട് ഞാനും നായകനായെന്ന് മാത്രം എന്നായിരുന്നു ആദ്യ നായകനെക്കുറിച്ചുള്ള ചോദിച്ചപ്പോൾ നടൻ്റെ പ്രതികരണം. എൻ്റെ ഇക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു. മധുര മനോഹര മോഹം, ഹലോ മമ്മി തുടങ്ങിയവയാണ് പിന്നീട് ഷറഫുദ്ദീൻ നായകനായ സിനിമകൾ. 12 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ നടൻ വലുതും ചെറുതുമായി നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. പടക്കളത്തിൻ്റെ OTT റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഷറഫുദ്ദീൻ്റെ സിനിമാ ജീവിതമാണ്. കോമഡിയും വില്ലത്തരവും എല്ലാം അനായാസം വഴങ്ങുന്ന നായകന് വേണ്ട എല്ലാ ഗുണങ്ങളും അണ്ടർഎസ്റ്റിമേറ്റ് പെർഫോമൻസാണ് ഷറഫുദ്ദീനെ സിനിമാ പ്രേമികൾ വിലയിരുത്തുന്നത്.